ഹണി റോസ് നേരെ ചൊവ്വയിൽ എനിക്കെതിരെ പറഞ്ഞ പരാമർശങ്ങൾക്കുള്ള മറുപടി. പെട്ടെന്ന് ഹണി റോസ് എന്താ പറഞ്ഞതെന്നും കൂടെ ചെറിയൊരു സ്നിപ്പറ്റ് കേൾക്കാം. ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ, വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഹണി റോസിനെതിരെ ഹണി റോസിന്റെ വസ്ത്ര വിമർശനം ഞാൻ കൊണ്ടുവന്നത് മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്താണ് ചെയ്യുന്നതെന്ന് ഹണി റോസ് പറയുന്നത്. ഹണി റോസ് ഇതിന്റെ താഴെയുള്ള കമന്റ് മാത്രം വായിച്ചു നോക്കിയാൽ ഹണി റോസ് മനസ്സിലാക്കേണ്ടത്, ഹണി റോസിനൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 99% മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു, യുവജന കമ്മീഷൻ ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കം വിരലിൽ എണ്ണാവുന്നവർ പറയുന്നതിന്റെ കൂടെയാണ് കേരളീയ സമൂഹം നിന്നത്. 90% കേരളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? കാര്യം വസ്ത്രധാരണത്തിന് മാന്യത ഉണ്ടാകണം, സഭ്യത ഉണ്ടാകണം, സംസ്കാരം ഉണ്ടാകണം. സുന്ദരി സുന്ദരനും ഒക്കെ എല്ലാവർക്കും ആകാം, പക്ഷേ ചില മാന്യതകളും മര്യാദകളും ലക്ഷ്മണരേഖകളും ഉണ്ട്. അത് ഹണി റോസ് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ്. ഹണി റോസ്, ഞാൻ പറഞ്ഞത് മനോഹരമായിരുന്നു എന്ന് പറഞ്ഞു, ആ മനോഹരം ഒന്ന് 2 തവണ പറഞ്ഞതിന് ഹണി റോസിനോട് നന്ദി പറയുന്നു. പക്ഷേ ഹണി റോസ് ഓർക്കേണ്ടത്, സഭ്യത, സംസ്കാരം, മാന്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പൊതുജനം അതിന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസും എല്ലാം ശക്തമായി ഹണി റോസിനൊപ്പം നിന്നിട്ടും ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് പറഞ്ഞതിനാണ് 90% സപ്പോർട്ട് കിട്ടിയത്. അത് ഹണി റോസ് ഓർത്താൽ ഹണി റോസിന് നല്ലത്.